ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് നല്ല ഇളമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇളമാങ്ങ കേട്ടിട്ടുണ്ടോ? ഇത് മണമെന്നറിയോ? അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. പഴുത്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇളമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അച്ചാറിടാൻ പോവാണ്. എല്ലാം കൂടി അച്ചാറിട്ടിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണ്ടേ. മാങ്ങ മുറിക്കുമ്പോൾ തന്നെ ഒരു മണ, ഒരു രക്ഷയില്ല ഗൈസ്. സോറി. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല അച്ചാറിടാൻ പാകമായ മാങ്ങ. പഴുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇളമാങ്ങ. പക്ഷേ എങ്കിൽ പഴുത്തിട്ട് വീണ് കിട്ടുന്നത് പിന്നെ ചതഞ്ഞിട്ട് ഒരു നമ്മളിവിടെ തൊട്ടടുത്ത് അപ്പുറത്തുള്ള ചേച്ചിയുടെ അവിടെ നിന്നാണ്. അവിടെ ഫുള്ള് മാങ്ങ, കുഞ്ഞങ്ങനെ മാങ്ങ ഫുള്ള്. കൂടുതലും അതിലൊരു മാങ്ങ ഇളമാവിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. പച്ച തന്നെ വീണ് കിട്ടിയതാട്ടോ. ഇന്നലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റിന് വേണ്ടി ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പറക്കി എടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങ. അത്യാവശ്യം പുളിയും ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അച്ചാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എടുത്തു വെക്കണ്ട, അത് എനിക്ക് കടു കുടിക്കണം. സോറി ഗായ്സ്. പോയി എൻ്റെ മാങ്ങ പോയി. ഇവിടെ ചുറ്റിനിരിക്കുന്നുണ്ട്, വീഡിയോയിൽ വരാത്തോണ്ടാണ് രണ്ടാളും. അപ്പോൾ മാങ്ങ വീണ നോക്കി നിൽക്കുക എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്. പഴുക്കാറായി ഏകദേശം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു പച്ചയൊക്കെ പഴുത്തിട്ട് വീഴണേനെക്കാട്ടിലും കൂടുതൽ പച്ച മാങ്ങ വീഴണ. നല്ല പൊളിയുണ്ട്. കൈ മാത്രം കാണാം, ദേവുട്ടൻ്റെ കൈ കേട്ടാ. ഷാരുല്ല, ദീജുവിന് മാങ്ങ ഇട്ട ആക്ട് ചെയ്യുന്നു. സങ്കടക്കടലിനും സാക്ഷിയാകാം കാലമാം കബരിനും. ഒന്നങ്ങോട്ട് നോക്കിയേ, ഇനി എവിടെയെങ്കിലും ലൈറ്റ് ഇടാൻ ബാക്കിയുണ്ടോന്ന്. ആ വിളക്കും എടുത്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട്
കൈ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചോര വരും. ഓ ഇതിപ്പോ ഇവക്കെ അറിയില്ലെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ? അല്ല, മാങ്ങ അച്ചാറാക്കണ ഇഷ്ടം പോലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ മുമ്പേ ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഇത്രയും നല്ലൊരു മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ എന്തിനാ വീഡിയോ സ്കിപ്പ് ചെയ്യണേ? അതിൻ്റെ ഈണത്തിനും താളത്തിനും ഇന്നെന്താ സ്പെഷ്യൽ അറിയോ? ഇന്നലെ വാങ്ങിച്ച ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി പോലൊരു സാധനം ഉണ്ടാക്കാൻ പോയി. നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി ഞാനതുകൊണ്ട് വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞാൽ. അയ്യോ, എന്താ വെച്ചാൽ അതിന് മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആ ചിക്കൻ ഉണ്ടായതുകൊണ്ട് മാത്രം ബിരിയാണി ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കുക. എന്നുവെച്ചാൽ മല്ലിച്ചപ്പില്ല, പുതിനയില ഇല്ല, നാരങ്ങയില്ല, പിന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ നമ്മുടെ ഗ്രാമ്പു കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളില്ല, അതൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരു നെയ്ച്ചോറ് വെക്കുക. ചെറിയൊരു ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് പച്ചമുളകും മറ്റേ ഇത് എന്താ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ബിരിയാണി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ബിരിയാണിയുടെ വീഡിയോ നല്ല രീതിയിൽ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് കുറേ മുമ്പ്. താങ്ക് യു ദേവൂട്ടാ. ഇതോ ഇത് ഇത്രയും നേരം മുറിച്ചതിനെ കാണിയല്ലോ. പഴുത്തതല്ല, അതിങ്ങനെ നിലത്ത് വീണ സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും കല്ലുമ്മൽ വീണതായിരിക്കും, അതുകൊണ്ട് ചതഞ്ഞു വീണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് തരാം, വല്ലാണ്ട് ലാഗായി പോകും. പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്യണം കേട്ടോ. അതും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി അതിലേക്ക് വീഴും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിയാം കേട്ടോ. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ മാങ്ങ എടുത്ത് കഴിക്കണം മാതിരി തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കളറിന് അല്പം മുളക് പൊടി, അച്ചാർ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇവ എന്നെ ഇടുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. പിള്ളേരുണ്ടല്ലോ കിടന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതെൻ്റെ വെളുത്തുള്ളി. ഇനിയിപ്പം ഞാൻ അച്ചാർ ഇടുമ്പം എൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കടു പൊടിച്ചത്. കടു പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ കുറവാണെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ പോയി ഗൈസ്, നിലത്ത് പോയി കളയണ്ട.
ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ ഓവർ കളർ ആക്കിയില്ല. എരിവും ആവുന്നതുകൊണ്ട് ഇവിടെയുള്ള മുളക് എന്ന് വെച്ചാൽ ഇച്ചിരി എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മുളക് ചേർക്കണില്ല. മക്ക കഴിക്കാനല്ലേ. എന്തേലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. എള്ളെണ്ണ ഉപയോഗിച്ചാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും കേട് വരില്ല. കടുക് ഇട്ട് കൊടുക്കാം. ആയുധമാണ് ഗൈസ് കടുക് പൊട്ടിച്ചെറിയുന്നതിൻ്റെ. ഞാനിപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ടൊന്ന് ഏകദേശം ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓഫ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിന് ചാറ് വേണമെന്നുള്ളവർ, വെള്ളം വേണമെന്നുള്ള ആൾക്കാർ പിന്നെ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും അച്ചാർ. ഗ്യാസ് നേരത്തെ ഓഫ് ചെയ്തു കേട്ടോ. മാങ്ങാച്ചാറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്. നിറയെ 2-3 പ്രാവശ്യം, അല്ല 1-2 പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഇളമാങ്ങ അച്ചാർ റെഡി ആയിട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരുമ്പോൾ വെള്ളം വരും കേട്ടോ മാങ്ങേന്ന്. പിന്നെ ചാറ് വേണ്ട ആൾക്കാർ ഇച്ചിരി ചൂടുവെള്ളം, ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ സെറ്റാണ്. ഇതാണ് എൻ്റെ മാങ്ങാച്ചാർ റെസിപ്പി. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഏത് മാങ്ങയായാലും ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അച്ചാർ ഉണ്ടാക്കാറ്. കള്ളമാങ്ങ എന്നല്ല, ഏത് മാങ്ങയായാലും കടുക് പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ തന്നെ അച്ചാർ ഉണ്ടാക്കാറ്. പിന്നെ അമ്മയൊക്കെ പിന്നെ കടുക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ മുളക് ഇട്ടിട്ട് അതിൽ മാങ്ങയിട്ട് മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ്. ഇതാകുമ്പോൾ എളുപ്പമായി. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ വറവിലേക്ക് ഇട്ടാൽ എളുപ്പമായി. മാങ്ങ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കറിയായിട്ടുള്ള അച്ചാറാണ് എനിക്കിഷ്ടം. വേവിച്ചിട്ടുള്ള മാങ്ങ അച്ചാർ എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ഇളമാങ്ങ അച്ചാർ റെഡിയായി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.